ഇന്ന് 2024 ഡിസംബർ 27 ഖത്തറിലെ സെദ്ര ഫാം സന്ദർശിച്ചു. പലർക്കും ഇതിനോടൊക്കെ തന്നെ അറിയുന്നൊരു പ്ലേസാണ്. നമ്മൾ ചെറിയ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. ദോഹയിൽ നിന്ന് 1 hour മാത്രമേ ഉള്ളൂ സെദ്ര എന്ന് നമ്മൾ ലൊക്കേഷൻ അടിച്ചാൽ അവിടെ കൃത്യമായിട്ടെത്തും. കാഴ്ചകൾ വളരെ പെട്ടെന്ന് കണ്ടുപോകാം. 20 റിയാലാണ് അതിന് അഡ്മിഷൻ ഫീ. ഒരാൾക്ക് 2 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ടിക്കറ്റ് വേണ്ടതില്ല. ടിക്കറ്റ് ക്യാഷായിട്ട് പോരാ, കാർഡിൽ തന്നെ വേണം. ഏതായിരുന്നാലും അതിൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് അവിടെ എത്താൻ സമയത്ത് ഒരു ഓഫ് റോഡ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കിയൊക്കെ ഓക്കെയാണ്. നമ്മൾ പോകുന്നതിൻ്റെ തുടക്കത്തിലുള്ള ഒരു പറ്റത്തെ ആട്ടിടേനെ കണ്ടുവന്ന് ഇറങ്ങി. അത് കണ്ട ശേഷം വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ആ റോഡിലേക്ക് തന്നെ ഇറങ്ങി. അവിടെ എത്തിക്കഴിഞ്ഞു. പെട്ടെന്ന് കണ്ടുപോകാം പക്ഷികളും അതേപോലെ തന്നെ ഖത്തറിൻ്റെ ഓൾഡ് സംഗതികൾ, കാര്യങ്ങൾ. മാനുണ്ട്, ആമ, ഒട്ടകം, മറ്റ് സംഗതികളൊക്കെ, ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു സൂ എന്ന് വേണമെങ്കിൽ പറയാം. ബേർഡ്, കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, കളിക്കാനുള്ള പ്ലേസ് ഉണ്ട്. അങ്ങനെ മയിൽ, വാഷ്റൂം, പ്രയർ റൂം സംഗതികളൊക്കെ ഉണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. പിന്നെ ഫ്രൂട്ട് പിക്കിംഗ് ആണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റം. നമുക്ക് സ്ട്രോബെറി, അതേപോലെ ക്യാപ്സിക്കം, കുക്കുംബറൊക്കെ തന്നെ നമുക്ക് പറിക്കാം. അവിടുന്ന് നമുക്ക് നേരെ ഫാമിൽ ഇറങ്ങിയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അതിനൊക്കെ ഡിഫറെൻറ്റ് ഫീ ആണ്. അതൊക്കെ ബാങ്ക് കാർഡിൽ അടയ്ക്കണം. ചെറിയ ഫീകളേ ഉള്ളൂ എല്ലാത്തിനും. ഇതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. ആ കയ്യിൽ കിട്ടിയ ബാഗ് മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധനം കുക്കുംബറൊക്കെ നമുക്ക് ഒരാൾക്ക് തന്നെ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ്. ഏതായിരുന്നാലും നമ്മളൊരു ബാഗ് ഫുള്ളായിട്ട് എടുത്തു, അവിടുന്ന് കഴിക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ്. പിന്നെ കുട്ടികൾക്കൊക്കെ ബോട്ടിങ് സംഗതികളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും ഞങ്ങൾ എല്ലാം കണ്ട് അങ്ങനെ മടങ്ങി. ഓക്കെ, അസ്സലാമു അലൈക്കും.